യേശുക്രിസ്തു പുത്രനുമല്ലേ. അപ്പോൾ പുത്രനായിട്ടല്ലേ നമ്മൾ കാണേണ്ടത്, അല്ലാതെ പിതാവായിട്ടല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ്. ഈ പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ ഒരിടത്ത് കർത്താവിനെ കല്ലെറിയാനായിട്ട് യഹൂദന്മാരെല്ലാവരും കൂടി നിൽക്കുകയാണ്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ പറയുന്നത് എന്താണ്? നീ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ കാരണമല്ല ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. നീ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ കാരണമല്ല ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. നീ ദൈവത്തെ പിതാവ് എന്ന് വിളിച്ച്, നിന്റെ വ്യക്തിപരമായ പിതാവ് എന്ന് വിളിച്ചിട്ട് ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള നിലയ്ക്ക് ദൈവത്തോട് നിന്നെ തന്നെ തുല്യനാക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് പറഞ്ഞാൽ, അവരുടെ സമൂഹത്തിൽ ഏതെങ്കിലും വ്യക്തി ആ വാക്ക് ഉപയോഗിച്ച് ദൈവത്തെ വിളിക്കുകയും ദൈവത്തോട് സമനാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്താൽ, ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്താൽ, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് അന്നത്തെ എന്താണെന്ന് ചോദിച്ചാൽ അവൻ അവനെ തന്നെ ദൈവത്തോട് സമനാക്കുന്നു. അതിനാണ് അവർ കല്ലെറിയുന്നത്. അവിടെ എത്രയോ പ്രവാചകന്മാർ വന്നുപോയി. അവർക്ക് എന്താണോ പ്രവാചകന്മാരോട് പ്രശ്നം? അവർക്ക് പ്രവാചകന്മാരോട് യാതൊരു പ്രശ്നമില്ല. യേശു ആണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ആ നല്ല കാര്യങ്ങളോട് ഇവർക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. യഹൂദന്മാർക്ക് വേണ്ടിയാണ് യേശു നിൽക്കുന്നത് എന്നും അവർക്കറിയാം. അവർ ഒരു മിശിഹയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മിശിഹ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ അവർക്ക് അതും ഒരു പ്രശ്നമില്ല. പിന്നെ എന്താണ് അവരുടെ പ്രശ്നം? അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, യേശു അവകാശപ്പെടുന്നത് അവൻ ഈ യഹൂദന്മാരുടെ ദൈവമാണ്, ദൈവത്തോട് സമനാണ് എന്നാണ്. അതാണ് അവരുടെ പ്രശ്നം. അവനെ ക്രൂശിക്കുന്നതിന് തൊട്ടു മുമ്പ് വിധി പ്രസ്താവിക്കുന്ന സമയത്തും മഹാപുരോഹിതൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്? നീ ആർ യു ദ സൺ ഓഫ് ദ ബ്ലെസ്ഡ് വൺ? നീ ദൈവത്തിൻ്റെ പുത്രനാണോ? നീ അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ പുത്രനാണോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. വെച്ചാൽ നീ ആർ യു ക്ലെയിമിങ് ടു ബി ദാറ്റ് സൺ ഓഫ് ഗോഡ്? ദാറ്റ് സൺ ഓഫ് ഗോഡ് എന്ന് വെച്ചാൽ പല സൺ ഓഫ് ഗോഡ് ഉണ്ട്. പല അർത്ഥത്തിലും ഈ സൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് സമനായിരിക്കുന്ന ദൈവം അവരുടെ ഇടയിൽ മെഷിയായെ അയക്കുമെന്ന് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിന് സമനായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം 110 സങ്കീർത്തനത്തിൽ ഇത് യേശുവൊക്കെ വരുന്നതിന് 1000 കൊല്ലം മുന്നേ ഉള്ള സാധനമാണ് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ 110 സങ്കീർത്തനം എന്ന് പറയുന്നത് മെഷിയാനിക് സങ്കീർത്തനമാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് എന്താണ്? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠത്താക്കോളം എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. അപ്പോൾ അവിടെ കർത്താവ് എന്ന് വിളിച്ചിരിക്കുന്നത് പിതാവായ ദൈവത്തെയാണ്, യഹോവയാണ്. രണ്ടാമത്തെ കർത്താവായിട്ട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കർത്താവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് മെഷിയയാണ്. അതവർക്ക് എല്ലാവർക്കും അറിയാം. ഇതേ സങ്കീർത്തനം എടുത്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു തന്നെ ഒരിക്കൽ ഈ ശിഷ്യന്മാരിരിക്കുന്ന സമയത്ത് പരീശന്മാരോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നു മിശിഹ എന്ന് പറയുന്നത് ദാവീദിൻ്റെ മകനായിരിക്കുന്നു. പക്ഷെ ദാവീദ് തന്നെ സങ്കീർത്തനത്തിനകത്ത് മിശിഹായെ ദൈവത്തിൻ്റെ മകൻ എന്നുള്ള നിലയിൽ എൻ്റെ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ടല്ലോ. എൻ്റെ കർത്താവ് എൻ്റെ കർത്താവിനോട്. അപ്പോൾ മിശിഹ ദാവീദിൻ്റെ മകനാണെങ്കിൽ ദാവീദ് പിന്നെ അവൻ്റെ മകനെ കർത്താവേ എന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ആരുടെ മകനാണ് മിശിഹ? കർത്താവ് ആ ചോദ്യം അവരോട് ചോദിക്കുന്നത് കർത്താവിൻ്റെ ക്ലെയിം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് പറയാണ് ആരുടെ മകനാണ് മിശിഹ? അവർ പറയണം ദൈവത്തിൻ്റെ മകനാണ് മിശിഹ. ദൈവത്തിൻ്റെ മകനാണ് മിശിഹ എങ്കിൽ ഇവനിപ്പോൾ ഞാൻ മിശിഹയാണെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ അവൻ മിശിഹയാണ്, അവൻ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് പറയുന്നത് മിശിഹ എന്ന് പറയുന്നത് ഒരേ വാക്കാകട്ടോ. മിശിഹ എന്ന് പറയുമ്പോൾ ഹീബ്രു ലാംഗ്വേജ് ആണ്, ക്രിസ്തു എന്ന് പറയുമ്പോൾ ഗ്രീക്ക് ലാംഗ്വേജ് ആണ്. അതിൻ്റെ അർത്ഥം അഭിഷക്തൻ എന്നാണ് മലയാളത്തിൽ. അപ്പം ക്രിസ്തു മെശിഹ അഭിഷക്തൻ ഞാനാണ് എന്ന് അവൻ അവകാശപ്പെടുമ്പോൾ യേശു ക്രിസ്തു എന്നാണ് അവകാശപ്പെടുന്നത്? ആ 110 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവാണ് ഞാൻ. ആ കർത്താവിൻ്റെ പിതാവ് ദാവീദാണോ? അല്ലെങ്കിൽ പിന്നെ ആരാണ്? ദൈവം. അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ദൈവമാണ് എൻ്റെ പിതാവ് എന്ന് അവൻ പറയുമ്പോൾ അവൻ അവനെ തന്നെ ദൈവത്തോട് സമനാക്കുന്നതായിട്ടാണ് യഹൂദന്മാർക്ക് മനസ്സിലാകുന്നത്.
ആ ഒരു കാര്യം മാത്രമാണ് അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്തത്. കാരണം യഹൂദന്മാർക്ക് രാജാവ് ഉണ്ടെങ്കിൽ യഥാർത്ഥ രാജാവ് യഹൂദന്മാരുടെ ദൈവമാണ്. യഹൂദന്മാർ ഒരു രാജാവിന് വേണ്ടി ചോദിച്ചപ്പോൾ തന്നെ, ഒരു ഭൗമിക ഒരു മാനുഷിക രാജാവിന് വേണ്ടി ചോദിച്ചപ്പോൾ തന്നെ ശമൂവേൽ പഴയ നിയമത്തിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന രംഗങ്ങളുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞത്, നീ വിഷമിക്കേണ്ട, അവർ നിന്നെയല്ല നിഷേധിച്ചത്, നീ ഒരു പ്രവാചകനാണ്, നിന്നെയല്ല അവർ നിഷേധിച്ചത്, ഞാനാണ് അവരുടെ രാജാവ്, എന്നെയാണ് അവർ നിഷേധിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവമാണ് യഹൂദന്മാരുടെ യഥാർത്ഥ രാജാവ് എന്ന് പഴയ നിയമത്തിൽ എല്ലാ സ്ഥലത്തും വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ എടുത്തു പറയാണ്. അപ്പം ദൈവമാണ് അവരുടെ രാജാവെങ്കിൽ യേശു ക്രിസ്തു അഥവാ മിശിഹ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ അഭിഷക്തൻ. അഭിഷക്തൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവൻ? രാജാവാകാൻ വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവൻ, രാജാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ രാജാവായിട്ട് യേശു ക്രിസ്തു അവനെ തന്നെ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവനെ തന്നെ ദൈവത്തോട് ഈക്വലാക്കുന്നു എന്നാണ് അവരുടെ ആ പശ്ചാത്തലത്തിൽ. അവർക്ക് ഒരു രാജാവേ ഉള്ളൂ, അത് ദൈവമാണ്. ഇത് പറയാൻ മടിക്കുന്നത് കൊണ്ടാണ് അവർ യേശുവിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി അവർ പറയാണ്, ഞങ്ങൾക്കൊരു രാജാവേ ഉള്ളൂ, അത് കൈസറാണ്. യേശുവിന് ശിക്ഷ കൂടാൻ വേണ്ടിയിട്ട്. കൈസറിനെ അവരൊരിക്കലും അവരുടെ രാജാവായിട്ട് അംഗീകരിക്കുന്ന ആളുകളല്ല ഈ യഹൂദന്മാർ. പക്ഷേ യേശുവിന് ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ അവർ വിളിച്ചു പറഞ്ഞ എന്താണ്? ഞങ്ങൾക്കൊരു രാജാവേ ഉള്ളൂ, അത് കൈസറാണ്. പീലാത്തോസ് പോലും അത്ഭുതപ്പെട്ടു പോയി അത് കേട്ടിട്ട്. യേശു അവൻ ദൈവത്തോട് സമനാണ്, അവരുടെ രാജാവാണ് എന്ന് അവകാശപ്പെട്ടപ്പോൾ യഹൂദന്മാർ ദൈവമാണ് ഞങ്ങളുടെ രാജാവ് എന്ന് പറയുന്നതിന് പകരം ഇവന് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാണ്, ഞങ്ങൾക്കൊരു രാജാവേ ഉള്ളൂ, അത് കൈസറാണ്. എന്നാൽ പീലാത്തോസ് എന്ത് ചെയ്തെന്നറിയോ? യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിട്ട് ഒരു വലിയ ബോർഡ് ഉണ്ടാക്കി. ഞാനിവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ബോർഡ്. അപ്പോൾ എന്തായാലും ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ട് കർത്താവിൻ്റെ ശിക്ഷാവിധിയാണത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ശിക്ഷിച്ചിരിക്കുന്നത്? യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതി വെച്ചു ആ ബോർഡിൽ. എന്നിട്ട് അത് വെച്ചുകൊണ്ടാണ് അവനെ ക്രൂശിക്കുന്നത്. അപ്പോൾ യഹൂദന്മാർ ഇവർ കണ്ടപ്പോൾ നെട്ടിപ്പോയി. ഇവർ വന്ന് പീലാത്തോസിനോട് അപേക്ഷിക്കുന്നുണ്ട്. പീലാത്തോസിനോട് പറഞ്ഞ്, പ്ലീസ് അതൊന്നും മാറ്റി തരണം, അത് അതിൻ്റെ ആവശ്യമില്ല. കാരണം ആളുകളൊക്കെ ഓൾറെഡി തെറ്റിക്കിടക്കുകയാണ്, ഇവൻ്റെ പുറകിലാണ് കുറേ പേര്. അവരിനിപ്പോൾ ഇവൻ യേശു ദൈവത്തിൻ്റെ രാജാവാണ്, ദൈവം അയച്ച മെസ്സിയാണെന്ന് വിശ്വസിക്കാനുള്ള സാധ്യതയുണ്ട്, ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായി തീരും എന്നതൊക്കെ അവരിങ്ങനെ റോമൻ അധികാരിയോട് പറയാണ്. റോമൻ അധികാരി എന്താ പറയുന്നത്? ഞാൻ എഴുതിയത് എഴുതി, അത് മാറ്റാൻ പോകുന്നില്ല. കാരണം നിങ്ങളെന്താ പറഞ്ഞത്? ഞങ്ങൾക്കൊരു രാജാവേ ഉള്ളൂ. ആരാണ്? കൈസർ. പക്ഷെ ഞാൻ ഇവരുമായി സംവാദം ചെയ്ത ശേഷം എനിക്ക് മനസ്സിലായത് ഇവൻ്റെ കുറ്റം എന്ന് പറയുന്നത്, കുറ്റപത്രം അഥവാ ഇവൻ്റെ കുറ്റം എന്ന് പറയുന്നത്, ഇവൻ പറയുന്നു ഇവൻ ആരാണ്? യഹൂദന്മാരുടെ രാജാവ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ എഴുതൂ, ഇവൻ പറയുന്നു ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന്. പക്ഷേ അത് അങ്ങനെ മാറ്റുന്നതിന് പകരം ഇയാൾ പറഞ്ഞു, ഞാൻ എഴുതിയെന്ന് വെച്ചാൽ ഇതാണ് യഹൂദന്മാരുടെ രാജാവ്. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ, ഞങ്ങൾ റോമക്കാരാണ്, ഞങ്ങൾ നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങളുടെ രാജാവാകാൻ പൂതിയുള്ളവനും നിങ്ങളുടെ രാജാവിനും ഒരേ അവസ്ഥയാണ്. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞത്. യഹൂദന്മാരുടെ ആ കാറ്റ് മുഴുവൻ പോയി അതോടെ. എന്ന് വെച്ചാൽ ദാറ്റ്സ് ഹൗ വി സീ യുവർ കിങ്, ദാറ്റ്സ് ഓൾ. നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര ബഹുമാനമേ ആ വ്യക്തിയോടുള്ളൂ, ഞങ്ങൾ അവനെ ക്രൂശിക്കും, അതാരാണെങ്കിലും ശരി എന്നാണ് അവിടെ നിന്ന് വരുന്ന പ്രസ്താവന. പക്ഷെ ദൈവമാണ് ഇവനെ രാജാവാക്കിയത്. കാരണം ദൈവമാണ് രാജാവായിട്ട് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കുന്നത് 2 ദൈവമുണ്ടോ 3 ദൈവമുണ്ടോ? ഇത് 2 ദൈവം 3 ദൈവമൊന്നുമല്ല. ഇതേ ചോദ്യമായിട്ട് ഒരു വ്യക്തി എന്നോട് പണ്ടും വന്നിട്ടുണ്ട്. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ, നിങ്ങൾക്ക് മക്കളുണ്ടോ? ഒരു മുസ്ലിമാണ്. നിങ്ങൾക്ക് മക്കളുണ്ടോ? ആ മക്കളുണ്ട്. ആ മക്കളൊക്കെ പൂച്ചക്കുട്ടികളാണ്. ഭയങ്കര പൂച്ചക്കുട്ടിയോ? എന്താടോ താൻ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, ഈ പൂച്ചേൻ്റെ കുട്ടികളൊക്കെ പൂച്ചക്കുട്ടികളായിരിക്കും, നിങ്ങൾ മനുഷ്യനല്ലേ, അപ്പോൾ മനുഷ്യൻ്റെ കുട്ടി എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് മനുഷ്യനായിരിക്കും അല്ലേ? അപ്പം മനുഷ്യൻ്റെ കുട്ടി മനുഷ്യനാണ്, പൂച്ചേൻ്റെ കുട്ടി പൂച്ചയാണ്, സിംഹത്തിൻ്റെ കുട്ടി സിംഹമാണ്, പുലിയുടെ കുട്ടി പുലിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കുട്ടി എന്തായിരിക്കും? ദൈവമോ പിശാചോ മനുഷ്യനോ? ദൈവമായിരിക്കൂലേ? അങ്ങനെയാണ് യേശു ക്രിസ്തു ദൈവമാണ്. അപ്പം ഇത് വളരെ ലളിതമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ
വേദപുസ്തക പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് അശരീരി കേൾക്കാണ്. അവിടെ കേൾക്കുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു പുത്രൻ്റെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകത്തിൽ പല വ്യക്തികളെയും ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് ദൈവം വിളിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ. പക്ഷെ അതുപോലത്തെ ഒരു പുത്രൻ എന്നുള്ള രീതിയിലല്ല കർത്താവിനെ വിളിക്കുന്നത്. ഇവൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? അവൻ്റെ മേൽ ആര് വന്നു? പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു. അതിന് ശേഷമാണ് ഈ ഒരു അശരീരി ഉണ്ടാകുന്നത്. അതാണ് ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ ത്രിയേക ദൈവത്തിൻ്റെ ആശയം. അപ്പോൾ ദൈവം ഒന്നാണ്, ഒരു സംശയം വേണ്ട. യഹൂദന്മാരും അതാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ആ ഒരു ദൈവം അവൻ്റെ പ്രവൃത്തി ചെയ്തെടുക്കുന്നത് ഈ 3 വ്യക്തിത്വങ്ങളിൽ കൂടെയാണ്. വൺ ബീയിങ്, 3 persons. ഈ ബീയിങ് എന്ന് പറയുന്നതിനും പേഴ്സൺസ് എന്ന് പറയുന്നതിനും നമ്മുടെ മലയാളത്തിൽ വ്യക്തി എന്ന് പറയുന്ന ഒരു വാക്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു വ്യക്തി 3 വ്യക്തി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുമ്പോഴാണ് തെറ്റ് വരിക. അതേസമയം നമ്മളെ ഇംഗ്ലീഷ് ഭാഷയിലാണെങ്കിൽ അതിന് 2 പദമുണ്ട് സെപ്പറേറ്റ് ആയിട്ട്, ബീയിങ് എന്നും പേഴ്സൺ എന്നും. അത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ഒരൊറ്റ ദൈവമാണ്. ആ ദൈവം ഈ രക്ഷയുടെ കാര്യം മുഴുവനായിട്ടും നിറവേറ്റാൻ വേണ്ടിയും മനുഷ്യനുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന ആ പ്രവൃത്തിക്കകത്ത് അതേ ദൈവം തന്നെയാണ് വാസ്തവത്തിൽ പുത്രനും പരിശുദ്ധാത്മാവും. അതുകൊണ്ടാണ് അതിനെ ത്രിയേക ദൈവം എന്ന് വിളിക്കുന്നത്. പക്ഷെ 3 വ്യക്തിത്വമാണ് എന്നേ ഉള്ളൂ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കൂ, ഇത് ഞങ്ങൾക്ക് അങ്ങോട്ട് തിരിയുന്നില്ല, ഇതെന്താണ് ഈ ദൈവം അവിടെ ഇരിക്കുന്നു, പിന്നെ ദൈവം ഇവിടെ ഇരിക്കുന്നു, ദൈവം ഇവിടെ ഇരിക്കുന്നു, അതെന്താണ് പരിപാടി? എടോ, ദൈവം നിങ്ങളുടെ എൻ്റെയും കൺട്രോളുള്ള ആളല്ലല്ലോ, നിങ്ങളെയൊക്കെ സൃഷ്ടിച്ച ആളല്ലേ. അവന് ഒരേ സമയത്ത് എല്ലാ സ്ഥലത്തും ഇരിക്കാൻ പറ്റൂലേ? പറ്റും. പക്ഷെ ഇവിടെ അതിനല്ല പ്രസക്തി. ഇവിടുത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് ഒരു പ്രവൃത്തി ചെയ്തെടുക്കണം, ഒരു സാൽവിഫിക് പ്രവൃത്തി ചെയ്തെടുക്കണം, രക്ഷയുടെ ഒരു പ്രവൃത്തി ചെയ്തെടുക്കണം. അതിന് ദൈവം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ യേശു അയക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അത് യേശുവിൻ്റെ ആത്മാവ് തന്നെയാണ്. എത്രയോ സ്ഥലങ്ങളിൽ ബൈബിളിൽ യേശുവിൻ്റെ ആത്മാവ് എന്നാണ് പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യേശു പരിശുദ്ധനല്ലേ? ദൈവം പരിശുദ്ധനല്ലേ? യേശുവിൻ്റെ ആത്മാവ് എന്നാണ് പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി യേശുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മടിയിലിരുന്ന അവൻ്റെ ഏകജാത പുത്രൻ അല്ലെങ്കിൽ ആദിജാതൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത്? ദൈവത്തിന് ഒരു പ്രവൃത്തി അക്കംപ്ലിഷ് ചെയ്യണം. സൃഷ്ടിക്ക് പുറത്താണ് ദൈവം, സൃഷ്ടാവാണ് ദൈവം. പക്ഷെ സൃഷ്ടി മുഴുവനും അവൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സൃഷ്ടി ഇല്ലാതായാലും സൃഷ്ടാവുണ്ടാവും. സൃഷ്ടി മുഴുവൻ പാപത്തിന് അധീനയായി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ഈ സൃഷ്ടിയെ വീണ്ടെടുക്കണം. അതിനു വേണ്ടിയിട്ട് സൃഷ്ടിക്കകത്തുനിന്ന് പാപത്തിന് അധീനയായി കിടക്കുന്ന സൃഷ്ടിക്കകത്തുനിന്ന് ആരെയും എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നീതിമാനായ ദൈവത്തിന് സൃഷ്ടിയുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആ ന്യായവിധി, പാപത്തിൻ്റെ ന്യായവിധിയും നീതിയും നടപ്പിലാക്കിയേ പറ്റൂ. അതുകൊണ്ട് ദൈവം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്, ആ ദൈവം സൃഷ്ടിയിലേക്ക് പ്രവേശിക്കുന്നു ഒരു മനുഷ്യനായിട്ട്, മനുഷ്യരൂപമെടുത്തുകൊണ്ട്. അതാണ് പുത്രൻ. സൃഷ്ടിക്ക് പുറത്താണ് ദൈവം. പക്ഷെ ആ സൃഷ്ടിക്ക് പുറത്തുള്ള ദൈവത്തിന് സൃഷ്ടിക്കകത്ത് വന്ന് ചില കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ട് ആ സൃഷ്ടിക്ക് പുറത്തുള്ള ദൈവം സൃഷ്ടിക്കകത്തോട്ട് വരികയാണ്. അവനെ തന്നെ ചുരുക്കുകയാണ്. എന്നിട്ട് അവിടെ നടത്തേണ്ട കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഈ സൃഷ്ടിയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി, ഈ സൃഷ്ടിയെ റിന്യൂ ചെയ്യേണ്ടതിന് വേണ്ടി, ഈ സൃഷ്ടിയുടെ നവീകരണത്തിന് വേണ്ടി അവൻ ചെയ്യുന്നെന്താണ്? അവൻ്റെ ആത്മാവിനെ യേശു ക്രിസ്തുവിൽ കൂടെ പാപക്ഷമ പ്രാപിച്ച എല്ലാ മനുഷ്യരിലേക്കും അയക്കുകയാണ്.
ഈ ആത്മാവ് ഓരോ മനുഷ്യൻ്റെ അകത്തും ഉള്ള